ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത്. മാറി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലൂ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരും ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊളപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. ദാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ, വാ. എല്ലാം പിടിച്ചോ? കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ. എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. എന്താടാ പട്ടിയത്? ചെകുത്താൻ കയറി വിടണം. അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. പോവേടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ, ഒന്ന് ശരിയാക്കടാ. ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പ് എടുക്കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവാ. മുതലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. വരണ്ടെന്നോ? അതെന്താ മുതലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മുതലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെന്ന് ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല വാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ, എന്ത് പറഞ്ഞു? അതൊഴിഞ്ഞ്. ഇത് ഒഴിഞ്ഞ അമ്മൂന്റെ കാര്യം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണാ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത്. അതല്ലേ ശരി? പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പം മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ട് കഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളൂ. അത് നീയല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയല്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം?
പോയി കിടന്നുറങ്ങി. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമ്മ വാശിയാ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്ന് അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി. അയാക്കടെ മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം. വാ. എടാ വാസു, മോക്കടെ കല്യാണമാ. പന്തൽ ഉഗ്രനായിരിക്കണം. ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല. ഇനിയൊട്ട് കാണാനും പാടില്ല. പന്തല് നമ്മുടെ വീട്ടിലല്ല. അറിയാം, കൊട്ടാരം വീട്ടിലല്ലേ. ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹാ, ഹ, അവനെ ഏൽപ്പിച്ചും കഴിഞ്ഞ. ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനമുണ്ടല്ലോ, എന്താണത്? ചീനവേലി. ആ, എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ, നല്ല നിറത്തില് വേണം. ആ എന്നാ ചോരക്കളറാക്കിയാലോ? ചോരക്കളമാവാതിരുന്നാ മതിയായിരുന്നു. എന്താ? അല്ല, ചോരക്കളർ നല്ലതാന്ന് പറയായിരുന്നു. സന്ദർഭത്തിന് ചേരും. ഇനിയൊന്നും പറയണല്ല. എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. എനിക്ക് ആകെയുള്ള ഒരു മോള. അല്ല, മുതലാളിയുടെ മോളുടെ ആണോ കല്യാണം? അപ്പൊ നിനക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ മോള. അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞൂടെ? രണ്ടുപേർക്ക് ഓരോ മക്കളുള്ള ഒന്ന് പന്തലിടാൻ പറഞ്ഞ പന്തലിടുക. ആവശ്യത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. പോട്ട് സാരമില്ല. വണ്ടി പ്രസിലേക്ക് വിടറാ. അടിയന്തരത്തിന് പറ്റി പന്തലുണ്ടാവുക ഉണ്ട്. ഒരെണ്ണം വേണ്ടി വരും. പോവാം. എടോ, അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ. കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ. ഓളടിച്ചല്ലോ. ചെറുക്കനോടുന്നാ പ്രേമേന്ദ്രൻ ആ പേര്. കൊട്ടാരം വീട്ടിലെ ആണത്രേ. കൊട്ടാരം വീട്ടുകാരുമായി അനിയമ്പാവയുടെ മകൾക്ക് സംബന്ധം? എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? ശരിയാടോ, ഇതിപ്പോ അനിയമ്പാവ നേരിട്ട് വന്ന് പറഞ്ഞതാ. കേട്ടിട്ട് തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എങ്കിൽ അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. ചേട്ടൻ പോ വന്നിരിക്കുന്നു. എന്റെ അമ്മച്ചി, ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതുള്ളൂ. അപ്പോഴേക്കും അടുത്തോൺ ചോദിക്കാൻ എത്തിയോ? മുതലാളി പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ചെറിയ മുതലാളി വന്നു പോയിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. അവൻ ഇവിടെയും വന്ന അവന്റെ ഒരു കാര്യം. കൊലച്ചിരിയാടാ. ചെറിയ മുതലാളി കാർഡിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിട്ടുണ്ട്. അതെന്താടാ സാമ്പിൾസ്? സാമ്പിള് സാമ്പിള് സാമ്പിള്. ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി. അടുത്ത നിമിഷം അടി തുടങ്ങാം. തീയതി മുഹൂർത്തം അറിയണമെന്നില്ല. അതിനു മുമ്പേ അടി തുടങ്ങും. എന്താ പറഞ്ഞേ? അല്ല, അടി ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അതിങ്ങെടുത്തേ. ദേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല. എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം. വന്ന എങ്ങനെയുണ്ട് ചേട്ടാ? വാത് വെച്ച് ചെരുക്കം കൂട്ടാൻ പോയിട്ട്. ഞാൻ തോറ്റെന്ന് കൂട്ടണ്ട. ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്നെ തോപ്പിക്കാൻ പറ്റുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഉവ്വ ഉവ്വ, നടന്നത് തന്നെ. ദേ, ഇത് കൊള്ളാം. അയ്യേ, ഇതൊരുമാതിരി പഴഞ്ചൻ സ്റ്റൈലാ. ദേ, ഇത് മതി. പഴഞ്ചനാണേലും സാരമില്ല. എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത്? എടീ, എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും. അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും, അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ. അതൊക്കെ പണ്ടല്ലേടാ. ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാ നല്ലത്. എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രേമചന്ദ്ര, സാമ്പിള് വാങ്ങി നോക്കടാ. ഇങ്ങോട്ട് തന്നെ. സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും തരുള്ളൂ. ചേട്ടന്റെ ഓരോ തമാശ. ഓ, അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും. അതെന്തിനാടോ? ഓ, ഒരു തർക്കം ഒഴിവാക്കാൻ. ശരിയാ, ഒരു തർക്കം വേണ്ട. രണ്ടിലും അടിച്ചോട്ടെ.